അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഏതൊക്കെ ഇന്ത്യക്കാർ എപ്സ്റ്റീനെ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. നമ്മുടെ ഇപ്പോഴത്തെ പെട്രോളിയം മിനിസ്റ്റർ ഹർദീപ് സിംഗ് പുരി, അനിൽ അംബാനിയൊക്കെ പുള്ളി നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. അതേപോലെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പോളിസി മേക്കിങ്ങിൽ വരെ എപ്സ്റ്റീൻ്റെ ബന്ധമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. അപ്പോഴും നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. ഈ പെഡോഫൈൽ ആക്ടിവിറ്റീസിലും ഈ എപ്സ്റ്റീൻ ഐലൻഡിൽ ആയിട്ടുള്ള ഈ അങ്ങനത്തെ ഇല്ലീഗൽ സംഭവത്തിലൊന്നും ഈ ഇന്ത്യക്കാരില്ലല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു. ആ സമാധാനം പുതിയൊരു ഡോക്യുമെൻ്റ് വന്നിട്ടുണ്ട്, അതോടുകൂടി അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്ക് എന്താ ആ ഡോക്യുമെൻ്റ് എന്ന് നോക്കാം. ഇതാണ് ആ ഡോക്യുമെൻറ്റ്. ഞാൻ ആദ്യം ഒരു ഡിസ്ക്ലെയിമർ പറയാം, ഇത് FBIൻ്റെ ഡോക്യുമെൻ്റ് ആണ്, പക്ഷേ ഇതൊരു അൺവെരിഫൈഡ് ടിപ്പാണ്. അതായത് അല്ലാതെ ഇതൊരു കോഡ് ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ ഒരാളുടെ ടെസ്റ്റിമോണിയോ സൈൻഡ് ടെസ്റ്റിമോണിയോ ഒന്നുമല്ല. ഇവർ കിട്ടിയ ഒരു ടിപ്പാണ്. അപ്പോൾ ദിസ് കാൻ പ്രൂവ് എനിത്തിങ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു, ഇനി ആരും അതും ഇതെന്ന് പറഞ്ഞ് വരണ്ട. അപ്പോൾ ഈ ഡോക്യുമെൻറ്റിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസ് ആൻഡ്രൂവിനെ കുറിച്ചാണ്. പ്രിൻസ് ആൻഡ്രൂവിനെ നമുക്ക് ഓൾറെഡി അറിയാം, അയാളൊരു കൺവിക്റ്റഡ് ചൈൽഡ് പ്രെഡേറ്ററാണ്, പെഡോഫൈലാണെന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അതിൽ പറയുന്നത് 95 തൊട്ട് 2003 വരെ എപ്സ്റ്റീൻ ഐലൻഡിൽ ഞാൻ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട് ഇയാൾ ചെറിയ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കാര്യമാണ് ഫസ്റ്റ്. ഈ അവസാനത്തെ ഈ ഹൈലൈറ്റ് ചെയ്ത ഭാഗത്താണ് നമ്മുടെ ഇന്ത്യക്കാരുടെ ബന്ധം വരുന്നത്. ഞാൻ കൂടെ സൂം ചെയ്തിട്ടുണ്ട് എളുപ്പത്തിൽ വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെയാണ് പറയുന്നത്, ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള YK സിൻഹ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും ഇതിൽ ഇൻവോൾവ്ഡ് ആണ്. അയാളും എപ്സ്റ്റീൻ ഐലൻഡിൽ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്. പുള്ളിക്കാരൻ ഒരു ഡിപ്ലോമാറ്റാണ്, സംഹൗ ഇൻവോൾവ്ഡ് വിത്ത് ഇന്ത്യൻ കോൺസുലേറ്റ് ടു ലണ്ടൻ UK എന്ന് പറയുന്നുണ്ട്. സംഹൗ ഇൻവോൾവ്ഡ്, ആ വാക്കുകൾ ശ്രദ്ധിക്കണം. അതേപോലെ ഈ എപ്സ്റ്റീനും പ്രിൻസ് ആൻഡ്രൂവും തമ്മിലുള്ള അപ്പോയിൻമെൻറ്റ്സ് വരെ ഫിക്സ് ചെയ്യുന്നത് ഈ YK സിൻഹ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് എന്നും ഇതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ YK സിൻഹ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടോ ഡിപ്ലോമാറ്റ് ആയിട്ടുള്ള? ഉണ്ട്. അതാണ് ഇയാൾ ഈ ഡിപ്ലോമാറ്റാണ്, IFSൽ വർക്ക് ചെയ്ത ആളാണ്, ഇന്ത്യൻ ഫോറിൻ സർവീസിൽ വർക്ക് ചെയ്ത ആളാണ്. പിന്നീട് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ടും 2023 വരെ ഇന്ത്യയിൽ വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ പുള്ളിക്കാരൻ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പോൾ ഈ ഒരു അലിഗേഷൻ വന്നതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പുറത്ത് വിട്ടിട്ടുണ്ട്. അതിൽ പറയുന്നത് ഈ ലണ്ടൻ കോൺസുലേറ്റായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല, എന്നെ ലണ്ടൻ ഹൈ കമ്മീഷണറായിട്ട് UK ഹൈ കമ്മീഷണറായിട്ട് ഇന്ത്യക്കാർ നിയമിച്ചത് 2016 തൊട്ട് 2018 വരെയാണ്. അതിന് മുന്നേ എനിക്ക് ലണ്ടനായിട്ട് ഒരു ബന്ധമില്ല, ആ ടൈം ലൈൻ ശരിയല്ല എന്നാണ് പുള്ളിയുടെ വാദം. അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് ഇവരുടെ അടുത്തൊക്കെ പോയിട്ട് ഇപ്പോൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടൈം ലൈൻ നോക്കാം, ആരൊക്കെ എവിടെയായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ പുള്ളിക്കാരൻ ഓരോ സ്ഥലത്ത് വർക്ക് ചെയ്തതാണ്, നിങ്ങൾക്ക് പോസ് ചെയ്ത് വേണമെങ്കിൽ വായിക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും 98 തൊട്ട് 2002 വരെ പുള്ളിക്കാരൻ കൗൺസിലർ അറ്റ് പെർമനൻറ്റ് മിഷൻ ഓഫ് ഇന്ത്യ ടു ദി UN ഇൻ ന്യൂയോർക്ക് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ നിന്ന് അയച്ച ഒരാൾ ന്യൂയോർക്കിൽ ഉണ്ടായിരുന്നു. ഇയാൾ ഡിപ്ലോമാറ്റായിട്ട് UN കാര്യത്തിൽ ഇടപെട്ടിട്ട് 98 തൊട്ട് 2002 വരെ. ആ സമയം ഒന്ന് ആലോചിച്ച് വെച്ചോ. ഇതേ സമയത്ത് എപ്സ്റ്റീൻ എവിടെയായിരുന്നു? 98 തൊട്ട് 2003 വരെ എപ്സ്റ്റീൻ്റെ എല്ലാ ഓപ്പറേഷൻസും ന്യൂയോർക്ക് സിറ്റിയിലായിരുന്നു. ഇത് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, നിങ്ങൾക്ക് ഇത് എവിടെ വേണമെങ്കിൽ അടിച്ചു നോക്കാം. ഇനി പ്രിൻസ് ആൻഡ്രൂവും ന്യൂയോർക്കുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? പുള്ളി UK-ലാണല്ലോ, അപ്പോൾ ബന്ധമുണ്ട്. വെർജീനിയ ജൂഫ്രി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പൺ ആയിട്ട് വിറ്റ്നസ്, എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണിത്. ഇവരിപ്പോൾ സൂയിസൈഡ് ചെയ്തു, ആർക്കും അറിയില്ല എന്താണെന്ന്. അപ്പോൾ അവരുടെ ഒരു ഫേമസ് ഫോട്ടോ ആണ്. ഈ ഫോട്ടോ എടുത്തതും മെയിൻ അലിഗേഷൻസ് എല്ലാം നടന്നതും 2001 തൊട്ട് 2002 വരെയുള്ള കാലഘട്ടത്തിൽ ന്യൂയോർക്കിലാണ്. ന്യൂയോർക്കിലെ എപ്സ്റ്റീൻ്റെ മാൻഷനിൽ വെച്ചിട്ടാണ്. അപ്പോൾ പ്രിൻസ് ആൻഡ്രൂ ഫ്രീക്വൻറ്റ് വിസിറ്റ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു. എവിടെ? ന്യൂയോർക്കിൽ. ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് പ്രിൻസ് ആൻഡ്രൂവിൻ്റെ പുറത്ത് വന്ന ഒരു ഫോട്ടോ. ഒരു സംഭവം മനസ്സിലായില്ല. അപ്പോൾ 3 പേരും ന്യൂയോർക്കിൽ ഒരേ സമയത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ സംഹൗ ഇൻവോൾവ് വിത്ത് ഇന്ത്യൻ കോൺസുലേറ്റ് ടു ലണ്ടൻ എന്ന് പറയുന്നുണ്ട്. പക്ഷേ 3 പേരും ന്യൂയോർക്കിലുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം, ചെയ്യാതിരിക്കാം. നോ വൺ നോസ് ഇറ്റ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കമൻറ്റ് ചെയ്യും.